ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മുടെ അച്ഛൻ വരുന്ന ദിവസമാണ്. അച്ഛനെ രാവിലെ തന്നെ എഴുന്നേച്ചപ്പോ എനിക്ക് നല്ല ചെറിയൊരു ശ്വാസം മുട്ട് പോലെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പൊ രാവിലെ തന്നെ എല്ലാരും റെഡിയായി പോവുകയാണ്. ആൻഡ് അച്ഛന് ഒരു സർപ്രൈസ് ഉണ്ട് ഗായ്സ്. ലെറ്റ്സ് ഗോ. 4:45 ഫ്ലൈറ്റ് ലാൻഡ് ആകും എന്നാണ് അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 4:15 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ റെഡിയായി ഇറങ്ങി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ അച്ഛൻ ലാൻഡ് ചെയ്യുന്നു, പുറത്തിറങ്ങുന്നു, നമ്മളെ മീറ്റ് ചെയ്യുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. ഈ കൊച്ചു എളുപ്പം കാലത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് അഞ്ചു ഒരു ഷീറ്റൊക്കെ എടുത്തിട്ടാണ് കാറിൽ കയറിയത്. എയർപോർട്ട് എത്തിയപ്പോൾ നമുക്കൊരു ചെറിയ മഴയും കിട്ടി. അപ്പോൾ ആ ഒരു മഴയുടെ കാരണം കൊണ്ട് തന്നെ ഫ്ലൈറ്റും കുറച്ച് ലേറ്റ് ആയി. അച്ഛന് ബാഗൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ താമസവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ 4:45 എന്ന് പറയുന്ന ഒരു സമയം നേരെ ഒരു 5:30, 5:45 എന്നതിലോട്ട് നീണ്ടു. ഇടയ്ക്ക് ഞങ്ങൾ അച്ഛനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഫ്ലൈറ്റ് ലാൻഡ് ആയോ, ലഗേജ് ഒക്കെ എടുക്കാനായോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് അച്ഛനെ സർപ്രൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ വെൽ പ്ലാൻഡ് ആണ്. പക്ഷെ എങ്കിലും ആ ഒരു ടെൻഷനിൽ നിന്ന് നമ്മളൊന്ന് കരകയറി വരാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അങ്ങനെ കാത്ത് നിന്ന് ഫൈനലി അച്ഛൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിച്ചെന്ന് കുറെ ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങോട്ട് കെട്ടി വളഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ 2-3 ഫ്ലൈറ്റ് ഒരുമിച്ചാണ് ലാൻഡ് ആയത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആളാണ്. എവിടെ വെച്ച് കൊടുക്കും എന്നുള്ളത് ഒരു ഐഡിയയും ഇല്ല. 5 കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. കാരണം 5 ആണ് അച്ഛൻ ഇത് ഗിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അച്ഛനെ കണ്ടപ്പോഴേക്കും 5 ഒരു ചമ്മലായി. സ്നേഹപ്രകടനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. പൊളിച്ചു നോക്കിയപ്പോഴേക്കും ഒരു ഫോണാണ്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയുടെ ഫോൺ ഓൾറെഡി പൊട്ടിയിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കി അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന സംഭവം നമ്മൾ നേരിട്ട് കണ്ട ഒരു മൊമെന്റ് ആയിരുന്നു ഇത്. ആൻഡ് ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഇതിനിടയ്ക്ക് അഞ്ചു അമ്മയുടെ ഫോണൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടിക്കകത്താണ് മുട്ടായി എന്നൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ആൻമോള് തന്നെ പെട്ടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അവസാനം പറ്റാത്തത് കൊണ്ട് അച്ഛൻ തന്നെ എത്തി. അപ്പോൾ ഇനി വീണ്ടും വരുന്നത് വരെ ബൈ.